ഈ വൈറ്റ് ലൈൻ ആരെങ്കിലും കടന്നു പോയാല് അവരപ്പോ തന്നെ ബോധനഷ്ടമായിട്ട് അവിടെ മയങ്ങി വീഴും. ആ സമയത്ത് ഒരാളെ ഇതറിയാതെ കാർ ഓടിച്ചു വന്ന് ആ വൈറ്റ് ലൈൻ കടക്കുകയാണ്. അടുത്ത സെക്കൻഡില് അവൻ കാറിലിരുന്ന് തന്നെ മയങ്ങി വീണ് ആ കാറിന്റെ കൺട്രോൾ പോയി വേറൊരു കാറിൽ പോയി ഇടിച്ചിട്ട് ബ്ലാസ്റ്റ് ആകുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞതും ആ ഏരിയയിലേക്ക് പോലീസും റെസ്ക്യൂ ടീമും ഒക്കെ വരുന്നു. എന്നിട്ട് ഒരു ഓഫീസറിന്റെ ദേഹത്ത് കയറ് കെട്ടി ഗ്യാസ് മാസ്ക് ഒക്കെ വെച്ചിട്ട് അയാളെ ആ വൈറ്റ് ലൈനിന്റെ അപ്പുറത്തേക്ക് കടത്തി വിടുകയാണ്. അങ്ങനെ ഓഫീസർ പതിയെ നടന്നു പോകുന്നു. എന്നാൽ അപ്പോ തന്നെ ഓഫീസറും അവിടെ മയങ്ങി വീഴുന്നു. അപ്പോ തന്നെ പുറകിൽ ബാക്കി ഓഫീസേഴ്സ് ആ കയറിൽ പിടിച്ചു വലിച്ച് ഇപ്പുറത്തേക്ക് ആ ഓഫീസറെ എത്തിക്കുന്നു. സംഭവം ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാല് ഒരു 2 മണിക്കൂർ മുമ്പ് അവിടെ ഒരു പാർട്ടി നടക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആ സ്ഥലത്ത് വലിയൊരു ശബ്ദം കേട്ടു. ഉടനെ അവിടെ നിന്ന് എല്ലാ ആളുകളും മയങ്ങി വീഴാണ്. മനുഷ്യര് മാത്രമാണോ മയങ്ങി വീണെന്ന് നോക്കിയാല് പക്ഷികൾ ഉൾപ്പെടെ മയങ്ങി വീണിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞത് മയങ്ങി വീണ എല്ലാവരും എണീക്കുന്നു. അങ്ങനെ ആ ടൗണ് പഴയതുപോലെ ആവുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ആ ടൈമിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഒരേ സമയത്ത് തന്നെ പ്രഗ്നന്റ് ആകുന്നു. അതുകൂടാതെ ആ പെണ്ണുങ്ങൾ എല്ലാവരും ഒരേ ദിവസം തന്നെ ഡെലിവറി ചെയ്യാണ്. അപ്പൊ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും തികയാത്തത് കൊണ്ട് ഗവൺമെന്റ് ഇവിടെ ഒരുപാട് ഡോക്ടേഴ്സിനെ ഡ്യൂട്ടിക്ക് ഇടാണ്. അങ്ങനെ എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെ കുഞ്ഞു ജനിക്കുന്നു. അപ്പൊ ഡോക്ടർ കുഞ്ഞുങ്ങളെ പരിശോധിച്ചതും അവർക്കെല്ലാവർക്കും ഒരേ ജീനാണെന്ന് മനസ്സിലാവുകയാണ്. എന്താന്ന് വെച്ചാൽ അവരുടെ എല്ലാവരുടെയും അച്ഛൻ ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ വളരും തോറും ഭയങ്കര ബുദ്ധിശാലികളാവുകയാണ്. 1 വയസ്സിന് മുമ്പ് തന്നെ അവരുടെ പേരൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതാൻ പഠിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇതിലൊരു പെൺകുട്ടിക്ക് ഫുഡ് അമ്മ കൊടുക്കുന്നു. പക്ഷെ അത് തറയിലേക്ക് വീഴാണ്. ഇത് കണ്ട് അമ്മ വന്ന് അവളെ വഴക്ക് പറയുന്നു. പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് ദേഷ്യം വന്ന് അവളുടെ കണ്ണ് ബ്ലൂ കളറായിട്ട് ബിഹേവിയർ മാറുന്നു.